ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോങ് ഷർട്ട് കുർത്തിയുടെ കട്ടിങ്ങാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എലൈനായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. സൈഡ് ഓപ്പൺ വരുന്നില്ല, അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. കുർത്തിക്ക് നമുക്ക് 2.5 മീറ്ററാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക്ക് 2 മീറ്ററും പിന്നെ ഷോൾഡറിനും സ്ലീവ്സിനും വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ ഒരു പീസ് ഇതേപോലെ 1/2 മീറ്ററും ഞാൻ എടുക്കുന്നുണ്ട്. ടോട്ടൽ 2.5 മീറ്ററാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിനെ 4ആയിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് വന്നിട്ടുള്ളത് 40 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് ആയിട്ട് 47 ഇഞ്ചസാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തി ഞാൻ ലാർജ് സൈസിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ സൈസ് ചാർട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ട് 4ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു മെഷർമെൻറ്റ്സ് നോക്കിയിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത്ത് 47 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഷോൾഡറിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്കാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ പീസ് ബാക്കി വന്നിട്ടുള്ള പീസാണ് കേട്ടോ. അത് ഞാൻ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ 7 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് 47 ഇഞ്ചസാണ് വരുന്നത്. സീം അലവൻസിനും കൂട്ടിയിട്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ കുർത്തിയുടെ ലെങ്ത്ത് 47 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 7.5 ഇഞ്ചസാണ് കേട്ടോ ഷോൾഡർ ലെങ്ത് ആയിട്ട് വേണ്ടത്. അതിന് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ലെങ്ത്തും 8 ഇഞ്ചസായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കിനി ആം ഹോൾ കർവും കൂടെ ഒന്ന് വരച്ചെടുക്കാം. ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്ത് 36 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ 9 ഇഞ്ചസാണ് എനിക്ക് വരുന്നത്. അതിലേക്ക് ലൂസും തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 13 ഇഞ്ചിൽ ഞാൻ വേസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 20, 21, 22 ഈ 3 ഇഞ്ചിലായിട്ട് നമുക്ക് ഹിപ്പിന് വേണ്ടിയിട്ടും മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തായിരിക്കും കേട്ടോ നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടായിട്ട് ഇവിടെ 8 ഇഞ്ചസാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിനും ലൂസിനും വേണ്ടിയിട്ട് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിപ്പിന് വേണ്ടിയിട്ട് ഹിപ്പ് റൗണ്ട് 10 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ചസായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ട് തയ്യൽ തുമ്പിനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടി പോയാലും പ്രശ്നമില്ലല്ലോ, കുറഞ്ഞു പോകുമ്പോഴാണല്ലോ. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ ഏരിയ നമുക്ക് 9.5 ഇഞ്ചസാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. 2 ഇഞ്ച് എക്സ്ട്രാ അവിടെയും കൊടുക്കണം തയ്യൽ തുമ്പ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ആ ഒരു എലൈൻ ആയിട്ടാണല്ലോ ഈ കുർത്തി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയോ ആണോ മാക്സിമം ഉള്ളത് അത്രയും ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തുള്ള വിടുത്ത് കണക്കാക്കിയിട്ട് എടുക്കുന്നില്ല. നമുക്ക് എത്രയാണോ ഫാബ്രിക് ഉള്ളത് അത്രയും അങ്ങ് ചെരിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴെ ഈ ഒരു ഭാഗത്ത് ഒരു 5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിന് ഇതുപോലെ ഒന്ന് കർവിലൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഷർട്ടിൻ്റെ ഒരു പാറ്റേൺ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ പീസിൽ നിന്നാണ് ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 പീസിനെയും നമുക്കൊന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു ഭാഗത്ത്.
അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം മൊത്തം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടും ബാക്കും പീസ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റാം. ഈ ഒരു പീസിനെ നമുക്ക് നല്ല വശം നോക്കിയിട്ട് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തെടുക്കാനുള്ള പീസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ആക്കിയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് പീസും ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എലൈൻ കുർത്തിയുടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ വിടുത്തായിട്ട് 3.5 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡീപ്പ് ആദ്യം ഞാനൊരു 3 ഇഞ്ചസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ടോട്ടൽ 6 ഇഞ്ചസാണ് കേട്ടോ നെക്കിൻ്റെ ഡെപ്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ 1 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു വി ഷേപ്പിൽ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ 3 ഇഞ്ച് റൗണ്ട് ഷേപ്പായിട്ടും താഴേക്ക് ഒരു വി ഷേപ്പിൽ വരുന്നത് പോലെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനിതിന് റൗണ്ട് കോളറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടിൽ ഞാൻ ഓപ്പൺ വരുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ വരെ ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺ കൊടുക്കാനുള്ള ഒരു സ്ട്രൈപ്പ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതിയിൽ 2 സൈഡിലും ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുർത്തിയുടെ ആ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തൊന്ന് മടക്കി തയ്ച്ചാൽ മതി. ഇതുപോലെ തന്നെ 2 സൈഡിലും മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ശേഷം ബാക്കി വന്നിട്ടുള്ള പീസിനൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഞാനിത് ബട്ടൺ കൊടുക്കുന്നില്ല. ഈ ഒരു ഭാഗത്ത് ഹുക്കാണ് കൊടുക്കുന്നത്. താഴെ ഭാഗത്ത് ചെറിയ ഓപ്പണും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വന്നിട്ടുള്ള ആ മിഡിൽ പോർഷനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് ബാക്ക് പീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ബാക്കിൽ ഞാനൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ രണ്ടും കൂട്ടി തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു വിടുത്താണ് എടുക്കുന്നത്. എനിക്കിവിടെ നെക്കിൻ്റെ വിടുത്തായിട്ട് 19 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ കോളർ നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ അളന്നെടുത്തിട്ട് ഇനി നമുക്ക് റൗണ്ട് കോളറാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ കോളർ തയ്ച്ചെടുക്കുന്ന വീഡിയോ ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ കോളറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ പീസിനെ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. വിഡ്ത്ത് 8 ഇഞ്ചും ലെങ്ത്തായിട്ട് 18 ഇഞ്ചസുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഞാൻ 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 18 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ചസ് ഉള്ളിലേക്കൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമുക്കൊരു ആം ഹോളിൻ്റെ കർവും കൂടെ വരച്ചെടുക്കാം. അപ്പം നമ്മുടെ പെട്ടെന്ന് സ്ലീവ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ ഷേപ്പൊന്നും ഇല്ലാതെ കുറച്ച് ലൂസിലുള്ള സ്ലീവാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷർട്ട് കുർത്തിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഞാൻ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ട് പിന്നെ ഹുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്തും ചെറുതായിട്ട് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.